ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. യോഗജ്ഞാന സമന്വയത്തിലൂടെ എന്നിലുണ്ടായ ചില മാറ്റങ്ങൾ ഞാൻ അനുഭവങ്ങളിലൂടെ അതൊന്ന് വ്യക്തമാക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്കാലത്ത് തന്നെ ഭയങ്കര പേടിയാണ് എല്ലാത്തിനും പേടി. അച്ഛനും ഏട്ടനൊക്കെ പുറത്തു പോയാൽ നമുക്ക് എത്താൻ വൈകിയാൽ പേടിച്ചു തുടങ്ങും. എത്താൻ വൈകിയാലല്ല, പോകുമ്പോൾ തന്നെ പേടിയാണ് അവർ. എത്താൻ വൈകിയാൽ അങ്ങനെ പേടി പേടി കൂടി 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 വരും. പിന്നെ അത് പലതരത്തിലുള്ള വികാരങ്ങളിലൂടെ ദേഷ്യമായിട്ടൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങും. എല്ലാവരോടും ദേഷ്യം വരും. അങ്ങനെയൊക്കെ ഈ ടെൻഷനുള്ളിലുള്ളത് കൊണ്ടാണ് ദേഷ്യം വരുന്നത്. ഫ്രീ ആകാൻ പറ്റാത്തൊരവസ്ഥ. കുട്ടിക്കാലം മുതലേ അത് അങ്ങനെ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. കല്യാണം വേലി കഴിഞ്ഞിട്ടും ഇപ്പോഴും ആയാലും കുറച്ച് നാളുകൾ മുമ്പ് വരെ, ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് വരെ നമ്മളിത് വളരെ കഠിനമായി വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ. കുട്ടികളും ഏട്ടനൊക്കെ പുറത്തു പോയാൽ വരുന്നത് കാത്തിരിക്കും. ഇവിടുത്തെ പണിയും നടക്കില്ല, ഒന്നും നടക്കില്ല. കാത്തിരിപ്പ്. ഒരൊറ്റ മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ബഹളായി ഉള്ളിലാ പ്രഷർ അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും എന്ത് ചെയ്യും, അവരോടങ്ങോട്ട് ദേഷ്യപ്പെടും. എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ പല പല അനുഭവങ്ങൾ. നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ കാരണമാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതെന്ന് പറയാനോ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകും, ചിലർക്കത് മനസ്സിലാക്കാനോ പോലും സാധിക്കില്ല. അങ്ങനെ നമ്മൾ വരുമ്പോൾ തന്നെ ദേഷ്യമുഖമായിട്ടാണ് അവരെ സമീപിക്കുക. അപ്പം തന്നെ വരുന്നവർ അവർക്ക് ദേഷ്യം വരും. കാരണം അവർ സമാധാനമുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടാവാനാണല്ലോ. അവിടെ സമാധാനം കിട്ടും. ഉള്ളിലെത്തുമ്പോഴേക്കും ഒരു സമാധാനമായ അന്തരീക്ഷമായിരിക്കും അവരൊക്കെ പ്രതീക്ഷിക്കുക. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന പല അവസ്ഥകളിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. അപ്പോൾ യോഗ പഠിച്ചു തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ ജ്ഞാനം കൂടെ നമ്മളിൽ വരുമ്പോഴേ, നമുക്ക് ആ ഒരു അറിവ് വരുമ്പോഴേ, തിരിച്ചറിവിലൂടെ മാത്രമേ ഇത്തരം ടെൻഷനുകളെയൊക്കെ മാറ്റാൻ സാധിക്കൂ. മറ്റൊക്കെ കുറച്ച് സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കും. യോഗാഭ്യാസം ചെയ്താൽ നല്ല സുഖവും സന്തോഷമൊക്കെ അനുഭവപ്പെടും. പക്ഷേ തിരിച്ച് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് പരിഹരിക്കാനുള്ള അറിവ് ഉണ്ടാവാറില്ല. ഇപ്പോഴാണ് യോഗജ്ഞാന സമന്വയത്തിലൂടെയാണ്, ഗുരുക്കന്മാരിലൂടെ അറിഞ്ഞ സത്യത്തിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചു, എങ്കിലൊരു ഈശ്വരനുണ്ട്, എന്നെ പൂർണ്ണമായി അറിയുന്നൊരു ശക്തിയുണ്ട്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രീ ആയിരിക്കാം. നമ്മുടെ ഉള്ളിൽ നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തി തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരിലും എല്ലാവരിലും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മളെ ആനന്ദകരമാക്കും. സന്തോഷമായിട്ടുള്ള ഒരു പക്വമായ മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. പല പല അവസ്ഥകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ആ അവസ്ഥകളെല്ലാം മാറി സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് എത്തുവാനായിട്ട് ഇതിലൂടെ സാധിക്കും. എല്ലാവർക്കും അത് സാധിക്കട്ടെ. നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.